അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവ്വശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമെന്ന് പറയും. 91-ാം സങ്കീർത്തനം. ഈ ഒരു ശീലം എല്ലാ യാത്രയ്ക്ക് മുമ്പ് ഈ ഒരു ശീലം എപ്പോഴാണ് ഞങ്ങളുടെ കൂടെ ഇങ്ങനെ ഒരു ശീലം തുടങ്ങിയെന്നറിയില്ല. പക്ഷേ എന്തായാലും ഞങ്ങൾ ജീവിതം തുടങ്ങി അന്ന് തൊട്ടുള്ളതാകട്ടോ. ഇങ്ങോട്ട് യാത്ര പോകുന്നതിന് മുന്നേയും 91-ാം സങ്കീർത്തനം വായിച്ചിട്ട് ഇറങ്ങുന്നത്. അതൊരു ഭയങ്കര ഒരു സംരക്ഷണമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഏതു മതത്തിലായാലും മതം ഏതായാലും നമ്മുടെയൊക്കെ മനുഷ്യന് അസാധ്യമായ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് മുകളിൽ ഒരു ശക്തി ഉണ്ടെന്നുള്ളൊരു വിശ്വാസം, അതൊരു ഭയങ്കര പ്രൊട്ടക്ഷനാണ്. ചിലപ്പോൾ നമുക്കൊരു മനസ്സിന് ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം. പക്ഷെ അതൊരു നമ്മൾ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ഈ ഒരൊറ്റ കാര്യം നമുക്ക് നല്ലതേ ദൈവം വരുത്തൂ എന്നുള്ളൊരൊറ്റ കാര്യം കൊണ്ട് തന്നെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനൊക്കെ നമുക്കൊരു ശക്തി കിട്ടാറുണ്ട്. അങ്ങനെ എന്തായാലും 91-ാം സങ്കീർത്തനം വായിക്കാതെ ഞങ്ങളിങ്ങനെ വീട്ടിൽ നിന്ന് ഒരു യാത്രയ്ക്കും പുറപ്പെടാറില്ല. അങ്ങനെ പിന്നെ പ്രാർത്ഥനയും സ്തുതിയെല്ലാം കഴിഞ്ഞ് വീടൊക്കെ അടച്ചു പൂട്ടി അങ്ങനെ ഞങ്ങൾ എന്താ പറയണ്ടേ, ഇപ്പോഴും അങ്ങ് റിയാലിറ്റിയിലോട്ട് വന്നിട്ടില്ല. ഇപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ സത്യമാണോ, നമ്മൾ ശരിക്കും പോവുകയാണോ എന്നൊക്കെയുള്ളൊരു മനസ്ഥിതി കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ വേറൊരു സങ്കടം കൂടെ, ഇതിപ്പോൾ പോയിട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങ് തീർന്നില്ലേ. എനിക്ക് എല്ലാ ട്രിപ്പിലുള്ളൊരു ചിന്ത കേട്ടോ, നമ്മൾ പോയിട്ട് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ, ആ കാത്തിരിക്കുന്നതിൻ്റെ ആ ഒരു സുഖമൊക്കെ അങ്ങ് തീർന്നില്ലേ, പിന്നെ ഇല്ലല്ലോ കാത്തിരിപ്പ്, അങ്ങനെ ഓർത്തിട്ടുള്ളൊരു വിഷമവും എല്ലാം, സങ്കടവും വിഷമവും എല്ലാം, സങ്കടവും സന്തോഷവും എല്ലാം കൂടെ സമ്മിശ്രമായിട്ടുള്ളൊരു ഫീലിംഗ് കേട്ടോ. എന്തായാലും ഒരു 4:30 ആയപ്പോഴാണ് ഞങ്ങൾ 5-ാം തീയതി 4:30 ആയപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയേക്കുന്നത്. നല്ല ബ്ലോക്കായിരിക്കും, എന്നാലും സാരമില്ല. കാരണം 6-ാം തീയതി മോർണിംഗ് 7:15 ഞങ്ങൾക്ക് ഫ്ലൈറ്റ് കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന്. അപ്പം ഇന്ന് ചെന്നിട്ട് റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. റൂമിൽ കിടന്നിട്ട് മാക്സിമം സമയം ഉറങ്ങുക. അത് 12 മണിക്കാണ് എത്തുന്നതെങ്കിൽ അത്രയും 11 മണിക്ക് എത്തി കുറച്ചും കൂടെ ഉറങ്ങാം. ഇതൊക്കെയാണ് ഞങ്ങളുടെ മനസ്സിൽ. ആ സമയത്ത് പിള്ളേർ നല്ല അടിപൊളി പാട്ടും ഡാൻസും ഒക്കെ പുറകെ നടത്തുന്നുണ്ട്. നീ ആരാ? ഞാൻ ബുദ്ധിശാലി, നീ മണ്ടൻ, ഈ ലോകം അറിയും എന്നെ. അങ്ങനെ പാട്ടും ഡാൻസെല്ലാം കഴിഞ്ഞ് കുറച്ച് ഇരുട്ടാൻ തുടങ്ങിയപ്പോഴത്തേന് കുഞ്ഞിന് ചെറുതായിട്ട് ഉറക്കമൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. അപ്പോഴത്തേനും ഞങ്ങൾ ഹോട്ടലിൽ ഇങ്ങനെ തിരക്കിട്ട് നോക്കാൻ തുടങ്ങി. നല്ല ഹോട്ടൽസ് ഒന്നും കാണുന്നില്ലായിരുന്നു. ഒന്നത് നമ്മൾ ഈ മെയിൻ റോഡിൽ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു പ്രശ്നമാണ്. മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെ ഹോട്ടലുണ്ടെങ്കിലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഉള്ളിലോട്ടുള്ള ഹോട്ടൽസ് ഒന്നും നമുക്ക് അറിയത്തുമില്ല. അങ്ങനെ ഏതായാലും കൊച്ചിനെ ഉറക്കാതെ കളിപ്പിച്ചും ചിരിപ്പിച്ചും ഒക്കെ ആയിട്ട്, കാരണം ഫുഡ് കൊടുക്കാതെ ഉറക്കി കഴിഞ്ഞാൽ രാത്രിയിലുള്ള യാത്രയും പിന്നെ രാവിലെ എണീറ്റുള്ള പോലും എല്ലാം കൂടെ അവന് ക്ഷീണമാവുമല്ലോ എന്നൊരു ടെൻഷൻ. അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ നോക്കി അവസാനം ഉണ്ടല്ലോ നല്ല അടിപൊളി ഒരു ഹോട്ടൽ കിട്ടി കേട്ടോ. ഹോട്ടലും നല്ല വൈബ്, അവിടുത്തെ ഫുഡും നല്ല അടിപൊളി ടേസ്റ്റുള്ള ഫുഡും കിട്ടി. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി ഫുഡൊക്കെ കഴിച്ചു. അതിൻ്റെ പുറത്ത് ഒരു ചേട്ടൻ ഇരുന്നിട്ട് പാട്ട് പാടുന്നുണ്ട്. എന്തോ കലാഭവൻ, ഞാൻ അന്നേരം പേരൊക്കെ നോക്കി പഠിച്ചിട്ടൊക്കെ വന്നായിരുന്നു കേട്ടോ, ഞാൻ മറന്നുപോയി. നല്ല പാട്ടായിരുന്നു. പാട്ടൊക്കെ കുറച്ച് നേരം കേട്ടുകൊണ്ട് നിന്നു. പിന്നെ വീണ്ടും നമ്മൾ യാത്ര ആരംഭിച്ചു. നല്ല ഇരുട്ടായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ അല്ലായിരുന്നു കേട്ടോ. ഒരു തുള്ളി പോലും ബ്ലോക്കില്ലായിരുന്നു. നല്ല 80 കിലോമീറ്റർ സ്പീഡിൽ പോകാൻ പറ്റുന്ന നല്ല അന്തരീക്ഷമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് എറണാകുളത്ത് എത്തി കേട്ടോ. എറണാകുളമല്ല, അങ്കമാലി എത്തി. അപ്പോൾ ഇതായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടൽ. നല്ല റൂമായിരുന്നു, നല്ല ഹോട്ടലായിരുന്നു. 1600 രൂപ AC റൂമിന് കേട്ടോ. മക്കൾ 2 പേരും ഉറങ്ങിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളും വേഗം തന്നെ പോയി കിടന്ന് ഉറങ്ങി. ഏകദേശം 11 o'clock ആയപ്പോൾ ഇവിടെ എത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നാളെ ബാക്കി വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ, സീ യു.